ഹായ് നമസ്കാരം. ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോയായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ ആദ്യം കാണിക്കുന്നത്. അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുവാണ്. ഇതെവിടെയാണെന്നോ പട്ടുമല പള്ളിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇത്. കുറേ പൈനാപ്പിൾ തോട്ടം, നല്ല തെളിഞ്ഞ ആകാശമൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ 2 വീലറിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കണ്ടോ, നല്ല തെളിഞ്ഞ ആകാശമൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ, മലനിരകളിൽ. പിന്നെ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച്, രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി കേട്ടോ. നല്ല മഴയൊക്കെ നേരത്തെ പെയ്തിരുന്നത് കൊണ്ട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ദൂരം കൂടി പോകണം പട്ടുമല പള്ളിയിലേക്ക് എത്താനായിട്ട് കേട്ടോ. അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ട് നമ്മൾ പിന്നെയും പോവുകയാണ് കേട്ടോ. പട്ടുമല പള്ളിയിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് കുറച്ചധികം പോകണം. ഞങ്ങൾ മിക്കപ്പോഴും പോകുന്ന പള്ളിയാണത്, പട്ടുമല പള്ളി. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ പോയി അവിടെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു മനസ്സിനൊരു ഭയങ്കര ഒരു സന്തോഷം കിട്ടും. അങ്ങനത്തെ ഒരു പള്ളിയാണത്. അത് അവിടെ പോയാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് പറഞ്ഞറിയിക്കാനായിട്ട് നമുക്ക് പറ്റാത്ത ഒരു സംഭവമാണ്. അത് പോയിട്ടുള്ളവർക്കത് മനസ്സിലാവും കേട്ടോ. അങ്ങനെ പള്ളിയുടെ മുന്നിലെത്തി കേട്ടോ. അവിടെ ഒരു പുണ്യാളൻ്റെ ഒരു പ്രതിമയുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. അതിൻ്റെ തൊട്ടരികിൽ തന്നെ കുറേ കിളികളൊക്കെയുള്ള ഒരു വലിയ കൂടുണ്ട് കേട്ടോ. അതിനകത്ത് ഇഷ്ടംപോലെ കിളികളാണ് കേട്ടോ. അപ്പോൾ ആ കാഴ്ചകളും നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ പട്ടുമല പള്ളിയിലൊക്കെ പോകാത്ത ആൾക്കാരൊക്കെ ഒന്ന് കുട്ടിക്കാനം, പീരുമേട് കുട്ടിക്കാനം വഴി ഒക്കെ ഒന്ന് പോയി അവിടെയൊക്കെ ഒന്ന് പോയി ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ മനസ്സിന് നല്ല സന്തോഷം കിട്ടും കേട്ടോ. അപ്പോൾ നല്ല കാഴ്ചകളൊക്കെയുള്ള പള്ളിയാണ്. പിന്നെ ഇത് കണ്ടോ, ഇഷ്ടംപോലെ, അതായത് വെറൈറ്റി കിളികളൊക്കെയാണ് അവിടെ ഉള്ളത്. അതിൻ്റെ കലപില സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കുണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ അത് കേട്ടോണ്ടിരിക്കാനായിട്ട്. അടിപൊളിയാണ്. പല നിറങ്ങളിലുള്ള കിളികളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ, അതായത് പള്ളിയുടെ മുറ്റത്ത് തന്നെ ഒത്തിരി ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി ആൾക്കാർ അവിടെ നിന്ന് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കുന്നത് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ പള്ളി എത്തി കേട്ടോ. കരിങ്കല്ല് കൊണ്ട് തീർത്ത പള്ളിയാണ്. ഈ പള്ളിയിൽ ഫാനെന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല കേട്ടോ. അത്രക്ക് നല്ല തണുത്ത കാറ്റും നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു പള്ളിയാണ് കേട്ടോ. അതിൻ്റെ ഇപ്പുറത്ത് ഒരു ചാപ്പലുണ്ട്, മാതാവിൻ്റെ ചാപ്പലുണ്ട്. ആ കയറിപ്പോകുന്ന സ്റ്റെപ്പിലൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നല്ല രസമുള്ള സംഭവമാണ് കേട്ടോ. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കുണ്ടല്ലോ, ഈ പട്ടുമല പള്ളിയിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു മാനസികമായിട്ടുള്ള ഒരു സന്തോഷവും ശാന്തിയും ഒക്കെ കിട്ടും. അവിടുത്തെ ചെടികളൊക്കെയാണ് കേട്ടോ ഇത്. നല്ല കളറാണ് പൂവിനൊക്കെ. നമ്മുടെ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ അധികം കളറൊന്നും പൂക്കൾക്ക് ഉണ്ടാവില്ല. പക്ഷേ മഞ്ഞുള്ള, അതായത് തണുപ്പുള്ള സ്ഥലങ്ങളിലെ പൂക്കളൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ അവിടെ നിന്നൊന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ പാമ്പനാർ ടൗണിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നാണ് കറി മസാല കൂട്ടൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കറി മസാല കൂട്ടിൻ്റെ ചൂടാക്കിയിട്ട് പൊടിക്കുന്നതിൻ്റെ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങിക്കുന്നത് കറി മസാലയൊക്കെ. നല്ല ലാഭത്തിലൊക്കെ കിട്ടും. പിന്നെ തേൻ ഒക്കെ നമുക്ക് വാങ്ങിക്കാം, തേയില. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നത് വാഗമണ്ണിലേക്കാണ് കേട്ടോ. അപ്പോൾ കുട്ടിക്കാനം പിന്നെ ഏലപ്പാറ വഴി പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് താഴത്തുള്ള റോഡ് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.